ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം കത്തിപ്പടരുകയാണ്. ഇത് സംസ്ഥാന സർക്കാരിനും ഭരണകക്ഷിയായി CPIM-നുമെതിരെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ദേവസ്വം വകുപ്പും കടുത്ത പ്രതിരോധത്തിലുമാണ്. കഴിഞ്ഞ മാസം 20-ന് പമ്പയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ദേവസ്വം വകുപ്പും സംയുക്തമായി നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് 4 ദിവസം മുൻപാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പവും അനുബന്ധ വസ്തുക്കളും അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അത് വിവാദമായി. ഈ വിവാദം ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാനുള്ള നീക്കമാണെന്നായിരുന്നു സർക്കാരിന്റെയും CPIM-ന്റെയും ആദ്യത്തെ ആരോപണം. എന്നാൽ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാതായതും ചെന്നൈയിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന സ്വർണത്തിൽ വലിയ കുറവുണ്ടായതായും റിപ്പോർട്ടുകൾ വന്നതോടെ സർക്കാർ ആരോപണം തള്ളപ്പെട്ടു. ഇതോടെ വിഷയം കൂടുതൽ ദുരൂഹമാവുകയായിരുന്നു. ഈ വിഷയത്തിലെ ദുരൂഹത ആദ്യം ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. ശബരിമലയിൽ വൻ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് വിഷയത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങളെ വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും ശക്തമായി തന്നെ തള്ളിക്കളഞ്ഞു. 2019 മുതൽ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരായിരുന്ന CPIM നേതാക്കളായ A പത്മകുമാറും അനന്തഗോപനും പരസ്പരം പഴിചാരിയത് വിവാദത്തിന് പുതിയ മാനം നൽകി. നിലവിലെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പ്രശാന്ത് കോൺഗ്രസ് വിട്ട് CPIM-ൽ എത്തിയ വ്യക്തിയുമാണ്. സർക്കാരിന്റെ സൽകീർത്തി വർദ്ധിപ്പിക്കാനും അയ്യപ്പ ഭക്തരെ ഒപ്പം നിർത്താനും ലക്ഷ്യമിട്ട് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം CPIM-ന് ഗുണകരമായെന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ സ്വർണ്ണപ്പാളി വിവാദം സർക്കാരിന് കാലത്ത് തിരിച്ചടിയായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനധികൃതമായി പല ഇടപെടലുകളും ശബരിമലയിൽ നടത്തി എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ സാധൂകരിക്കുന്നതാണ് പുറത്തുവരുന്ന വാർത്തകളെല്ലാം തന്നെ. ദ്വാരപാലക വിഗ്രഹം സ്വർണം പൂശാനായി ചട്ടങ്ങൾ ലംഘിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവം വിവാദമായപ്പോൾ സർക്കാരും ദേവസ്വം വകുപ്പും വിഷയത്തെ ഗൗരവമായി കണ്ടില്ല. എന്നാൽ ആരോപണങ്ങളിൽ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായതോടെയാണ് ഈ വിവാദത്തിന്റെ ചുരുളഴിഞ്ഞത്. കാണാതായ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ദേവസ്വം വിജിലൻസ് സംഘം കണ്ടെത്തിയതോടെ സംഭവത്തിലെ ദുരൂഹത നീങ്ങി. എന്നാൽ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ കഴിഞ്ഞില്ല. 2019 മുതൽ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട സ്വർണ്ണപ്പാളി ഘടിപ്പിക്കലടക്കമുള്ള നടപടികൾ നിയമങ്ങളെല്ലാം ലംഘിച്ച് നടപ്പാക്കിയതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സർക്കാരിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. സർക്കാരിന്റെ സൽപ്പേര് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ 2 ആഴ്ച പിന്നിടുമ്പോൾ അതേ ശബരിമലയുടെ പേരിൽ സർക്കാർ കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നത് ദേവസ്വം വകുപ്പിന്റെ പിടിപ്പുകേടാണ് വെളിവാക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും സ്വർണം പൂശാനായി 2024-ൽ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കത്ത് നൽകിയെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിച്ചത് എന്നതിന് വ്യക്തമായ മറുപടി ഇതുവരെ നൽകിയിട്ടില്ല. ലക്ഷ്മി രൂപം, കമാനം, കതക്, കട്ടിള എന്നിവ സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്താനായിരുന്നു ആദ്യത്തെ തീരുമാനം. എന്തുകൊണ്ടാണ് ഈ തീരുമാനം മാറിയത്? കമാനവും ദ്വാരപാലക ശില്പവും ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ആരുടെ തീരുമാനപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത്? ഈ ചോദ്യങ്ങൾക്ക് ദേവസ്വം ബോർഡ് ഉത്തരം നൽകേണ്ടി വരും. ശബരിമലയിലെ ദ്വാരപാലക ശില്പം സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിച്ചത് ദേവസ്വം ബോർഡാണെന്ന് കണ്ടെത്തിയതോടെ വിഷയം കൂടുതൽ ദുരൂഹമായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് മാധ്യമങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നത്. സ്വർണം പൂശാൻ തീരുമാനിച്ച വിവരം ഹൈക്കോടതിയെ അറിയിക്കാതിരുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വകാര്യമായി ഏൽപ്പിച്ചതും ദുരൂഹമാണ്. 2019-ൽ കവാടവും മറ്റും ചെന്നൈയിലേക്ക് കൊണ്ടുപോയതും പിന്നീട് പലയിടങ്ങളിൽ പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കിയതും ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത് എന്തുകൊണ്ട് എന്നതിനും ബന്ധപ്പെട്ടവർ മറുപടി പറയേണ്ടതുണ്ട്. സിനിമാ താരം ജയറാമിന്റെ നേതൃത്വത്തിൽ സ്വർണം പൂശിയ കവാടം പൂജിപ്പിച്ചതും ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ അധികൃതർ സന്ദർശനം നടത്തിയതും തെളിവ് സഹിതം പുറത്തു വന്നതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് അധികൃതരും കൂടുതൽ സമ്മർദ്ദത്തിലായി. സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് വ്യക്തമായ അനുമതി ഇല്ലാതെയാണെന്ന് കണ്ടെത്തിയ ഹൈക്കോടതിയാണ് വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. കൊണ്ടുപോയതിലും അത് വിവിധയിടങ്ങളിൽ പ്രദർശിപ്പിച്ചതിലും വൻ ദുരൂഹത തുടരുന്നതിനിടയിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ വമ്പൻ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2019-ൽ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്വർണ്ണപ്പാളികളല്ലെന്നും ചെമ്പുപാളികളാണ് എന്നും സ്വർണം പൂശിയ സ്ഥാപനം വ്യക്തമാക്കിയതോടെ ശബരിമലയിൽ നടന്നത് വൻ അഴിമതിയാണെന്ന് തെളിയുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ശബരിമല സ്വർണ്ണ വിവാദം സംസ്ഥാന സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിൽ ആക്കിയിരിക്കുകയാണ്.